കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കായംകുളം ഏരിയ സമ്മേളനം നടത്തി. കായംകുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കായംകുളം ഏരിയ സമ്മേളനം നടന്നു. സമ്മേളനം KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മൻസൂർ എ ഉദ്ഘാടനം ചെയ്തു. അടിമത്വത്തിലെ എല്ലാ ലോകരാജ്യങ്ങളെയും അടിമകളാക്കി ഭരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധക്കൊതിയാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ റഷ്യ യുദ്ധമായാലും ഇസ്രയേൽ പാലസ്തീൻ യുദ്ധമായാലും എല്ലാ രാജ്യങ്ങളിലും അവരുടെ ആയുധം വിറ്റുകൊണ്ട് അശാന്തി വിതയ്ക്കുക എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അത്തരം സംവിധാനങ്ങളിൽ ഇപ്പോൾ പിന്നും ആ പരീക്ഷണം കമലാ ഹാരിസ് ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ കൃത്യമായി തന്നെ എലൻ മാസ്കിൻ്റെ 286 കോടി രൂപയുടെ അവിടെ കോടീശ്വരന്മാരുടെ ധനാഢ്യന്മാരുടെ നികുതി കമലാ ഹാരിസ് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ ധനാഢ്യരുടെ നികുതി 27% പറഞ്ഞപ്പോൾ അത് 15% കുറച്ചു കൊടുക്കാമെന്നുകൊണ്ടാണ് കൃത്യമായി വംശീയ വെറിയും അതേപോലെ കോടികൾ മുടക്കിക്കൊണ്ട് പിന്നും ട്രംപിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ആ രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി തന്നെ ഒരു പ്രതികാര രാഷ്ട്രീയമാണ് അവിടെ നടമാടിയത്. വംശീയ വെറി എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ആ രാജ്യത്തുള്ള ഇന്ത്യൻ വംശജരുൾപ്പെടെ ഏകദേശം 400-ൽ പരം ആളുകൾ ഇന്നലെ വരെ നമ്മുടെ പഞ്ചാബ് പ്രവിശ്യയിൽ ഏകദേശം കയ്യും കാലും കെട്ടിക്കൊണ്ട് തന്നെ അവരെ 40 മണിക്കൂറോളം യാത്ര ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്നും കടക്കുക എന്നുള്ള ഒരു കുടിലതന്ത്രമാണ് അവിടെ സ്വീകരിച്ചത്. ഇതൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഭരണാധികാരികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ കൃത്യമായി തന്നെ എലൻ മാസ്കിൻ്റെ കുട്ടികൾക്ക് കളർ ബുക്കുകളും അതുപോലെ വരച്ച് കളിക്കാനുള്ള ബുക്കുകളും കൊടുത്തുകൊണ്ട് ആനന്ദിക്കുകയായിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യയുടെ ചേരിചേരാ നയം, അതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉണ്ടായത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലും അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും ഓരോ രാജ്യങ്ങളുമായി ഓരോ നയങ്ങളുണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറി P. ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജയപ്രശാന്ത് ബാബു, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രഞ്ജിത്ത്, ലക്ഷ്മി S. ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ദീപ S.നെ പ്രസിഡന്റായും ഷാജി CC, രാജിമോൾ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും രഞ്ജിത്ത് KM-നെ സെക്രട്ടറിയായും ഷമീം രാജ്, ബിനു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും വിശ്വജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കായംകുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുത്തതിന്റെ ഫലമായി ആയുർവേദ ആശുപത്രി ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പഴയ കെട്ടിടം നിന്ന സ്ഥലം നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ പുതിയ നിർമ്മാണം അനിശ്ചിതത്വത്തിലുമാണ്. നിത്യേന നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആയുർവേദ ആശുപത്രിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടതെന്നും പ്രമേയം വ്യക്തമാക്കി. കായംകുളം നഗരത്തിൽ ഒരു സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം നിർമ്മിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.